അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. നാട്ടുകാരുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അത്തരം പ്രവണതകൾ രാത്രിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പൊരുതാൻ വേണ്ടിയാണ് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലഹരി മാഫിയക്കെതിരെ ഇനി എല്ലാവരും ഒറ്റക്കെട്ടാണ്. പുറത്തുനിന്നെത്തി ലഹരി ഉപയോഗിച്ച് പ്രദേശത്ത് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഒന്നായി നേരിടാൻ തന്നെയാണ് നാട്ടുകാരും വ്യാപാരികളും തീരുമാനിച്ചിരിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മ്യാൻമാർ ബാങ്കോക്ക് ഭൂകമ്പത്തിൽ മരണം 1500 കടന്നു. 2000-ഓളം പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക അറിയിപ്പ്. രക്ഷാദൌത്യം തുടരുന്നു. സഹായഹസ്തവുമായി ഇന്ത്യ. 15 ടൺ അവശ്യ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് അയച്ചു. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾക്ക് നിർമ്മാതാക്കളുടെ തീരുമാനം. 17-ലേറെ ഭാഗങ്ങൾ ഒഴിവാക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ ദൃശ്യങ്ങളും കലാപ ദൃശ്യങ്ങളും. വില്ലന്റെ പേരും മാറ്റാൻ തീരുമാനം. പുതുക്കിയ പതിപ്പ് തിങ്കളാഴ്ച മുതൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. PP ദിവ്യയുടെ പ്രസംഗം ADM ജീവനൊടുക്കാൻ കാരണമായെന്ന കുറ്റപത്രം. കേസിൽ ദിവ്യ ഏക പ്രതി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് PP ദിവ്യയെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ ആരോപണവുമായി കുടുംബം. മേഘയെ മലപ്പുറം സ്വദേശിയായ IB ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് പിതാവ്. ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 80 രൂപ മാത്രമെന്നും പിതാവ്. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ കാണാതായതിൽ ഗുരുതര വീഴ്ച. അടിയന്തര യോഗം വിളിച്ചു സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് വൈസ് ചാൻസലർ. DGPക്ക് പരാതി നൽകി രജിസ്ട്രാർ. MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായത് അധ്യാപകൻ പാലക്കാട് നിന്ന് ബൈക്കിൽ വരുമ്പോൾ. കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി R. ബിന്ദു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ച അംഗനവാടി ജീവനക്കാർ. തീരുമാനം ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 3 മാസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 48-ാം ദിവസം. ആശമാർക്ക് 2000 രൂപ മാസ അലവൻസ് പ്രഖ്യാപിച്ച ചെങ്ങന്നൂർ നഗരസഭ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 17 മാവോയിസ്റ്റുകളെ വധിച്ചു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. സംഭവം സുക്മ ജില്ലയിൽ. കർണാടകയിൽ ഡിജിറ്റൽ അറസ്റ്റ് ഭയന്ന ദമ്പതികൾ ജീവനൊടുക്കിയത് ബെലഗാവി സ്വദേശികളായ ഡീഗോ സാന്തൻ, നസ്രേതും ഭാര്യയും. സൈബർ തട്ടിപ്പുകാർ ഇവരിൽ നിന്നും 50 ലക്ഷം രൂപ കവർന്നു. ജീവനൊടുക്കിയത് കടുത്ത മാനസിക സംഘർഷത്തിൽ. കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുവെന്ന് പരാതി. രാസമാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി അയ്യൻകുഴിയിലെ ജനങ്ങൾ. കിണറുകളിലടക്കം മാലിന്യം കലരുന്നുവെന്ന് പരാതി. ദുരിതത്തിലായി 45ഓളം കുടുംബങ്ങൾ. തൃശൂർ കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ മർദ്ദിച്ചു. പരിക്കേറ്റത് 70 വയസ്സുകാരി ശാന്തയ്ക്ക്. സുരേഷ് അമ്മയെ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. മകൻ സുരേഷ് പോലീസ് കസ്റ്റഡി. സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8300.